വിശുദ്ധ റമളാനിന്റെ ആദ്യ ഭാഗത്ത് കാരുണ്യവാനായ അള്ളാഹുവിനോട് നാം കാരുണ്യത്തെ തേടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ. പരമകാരുണ്യകനായ അള്ളാഹുവേ, എനിക്ക് നീ കരുണ ചെയ്യണമേ. എന്നാൽ ആർക്കാണ് അള്ളാഹു താല കാരുണ്യം നൽകുന്നത്? കാരുണ്യം ലഭിക്കാനുള്ള മാർഗം എന്താണ്? അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് മുസ്നദ് അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഖ്യാപിച്ചു, ഇർഹമു തുർഹമു, നിങ്ങൾ കരുണ കാണിക്കുക, എന്നാൽ നിങ്ങളോട് കരുണ ചെയ്യപ്പെടുന്നതാണ്. അബ്ദുല്ലാഹിബ്നു അംർ റളിയല്ലാഹു തആല അൻഹുവിനെ തൊട്ട് സുനൻ തിർമിദി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അർറാഹിമൂന യർഹമുഹുമുർ റഹ്മാൻ, കരുണ ചെയ്യുന്നവർക്ക് അല്ലാഹു തആല കാരുണ്യം നൽകുന്നതാണ്. പ്രവാചക പ്രഭു സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചു, ഇർഹമു മൻ ഫിൽ അർദ് യർഹംകും മൻ ഫിസ് സമാ, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, എന്നാൽ ആകാശത്തിലുള്ളവർ നിങ്ങളോട് കരുണ ചെയ്യുന്നതാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധ റമളാനിലെ ഈ 10 നമ്മുടെ കാരുണ്യത്തെ തേടിക്കൊണ്ടുള്ള പ്രാർത്ഥന ഫലവത്താകണമെങ്കിൽ, അർത്ഥസമ്പൂർണമാകണമെങ്കിൽ നാം റബ്ബിനോട് കാരുണ്യത്തെ തേടുന്നതോടൊപ്പം സഹജീവികളോട്, മനുഷ്യരോട് കാരുണ്യമുള്ളവരായി മാറാൻ കൂടി പരിശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.